പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാരൂപിയുടെയും നാമത്തിൽ ആമേൻ. വീണ്ടും വചനവുമായി വരാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു. അത് പല രീതിയിലും അതിന് ഇന്ന് വേണ്ട, നമുക്ക് നാളെ ചെയ്താൽ എന്താണ്, ഒരു ദിവസം ബ്രേക്ക് എടുത്തുകൊണ്ട് കുഴപ്പമില്ല എന്നൊക്കെ സാത്താൻ പല വിധത്തിലും പ്രലോഭിപ്പിക്കാൻ ശ്രമിച്ചിട്ടും ദൈവം കൈപിടിച്ച് നടത്തി വീണ്ടും ഇത് റെക്കോർഡ് ചെയ്യാനായിട്ട് ഇരുത്തുന്നതിന് ദൈവത്തിന് നന്ദി പറയുന്നു. അതുപോലെ ഈ വീഡിയോ എക്സ്പെക്റ്റ് ചെയ്തിരിക്കുന്ന സ്ഥിരം ഇത് കാണുന്ന സുഹൃത്തുക്കൾക്കും നന്ദി പറയുന്നു. കാരണം പലരും ഒരു ദിവസം മടങ്ങിയാലൊക്കെ വെച്ച് പറയാറുണ്ട്, എന്ത് പറ്റി. അപ്പോൾ കുറച്ച് പേര് സ്ഥിരമായിട്ട് കാണുന്നുണ്ട്. അതിന് വളരെയധികം സന്തോഷം, പ്രോത്സാഹനത്തിന് നന്ദി. പക്ഷെ ഞാൻ പണ്ട് പറയാറുള്ളത് പോലെ, പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളത് പോലെ, ഈ വീഡിയോകൾ ചെയ്യുക വഴി ഒന്നാമത് ഞാൻ കർത്താവിന് വേണ്ടി ചെയ്യുന്ന ഒരു പ്രവൃത്തി, എല്ലാ ക്രിസ്തു അനുയായികളും വചനം പ്രഘോഷിക്കണം അല്ലെങ്കിൽ ഷെയർ ചെയ്യണം എന്നുള്ള ഒരു ഉത്തരവാദിത്തം വളരെ സന്തോഷത്തോടുകൂടെ നിറവേറ്റാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു. അപ്പം അതിനു വേണ്ടിയുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളും അതെന്നെ ബൈബിൾ വായിക്കാനും പഠിക്കാനും അതിനെക്കുറിച്ച് ചിന്തിക്കാനും ധ്യാനിക്കാനും എല്ലാം ഈ വീഡിയോ റെക്കോർഡിംഗ് എനിക്ക് അവസരം നൽകുന്നു. അതോടൊപ്പം തന്നെ ഇടയ്ക്ക് ചില സുഹൃത്തുക്കളെ കാണുമ്പോൾ, കഴിഞ്ഞ പ്രാവശ്യം ഒരു ഹൗസ് വാമിങ് സെറിമണിക്ക് എൻ്റെ ഒരു സുഹൃത്ത് സാജുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ സാജു പറഞ്ഞു, ചേട്ടാ ഇത് ഡെയിലി ഞാൻ ഈ വചനം കാണുന്നുണ്ട് വീഡിയോ. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് ഐ ഫെൽ ഗുഡ്. കാരണം ഒരാൾ പോലും കേട്ടില്ലെങ്കിലും ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ആ കൂട്ടത്തിൽ ആരെങ്കിലുമൊക്കെ ഇത് കേൾക്കുന്നുണ്ടെന്ന് അറിയുന്നതിൽ വളരെ വളരെ സന്തോഷം. ഇന്നത്തെ വചനം മത്തായി 26:15. ഞാൻ അവനെ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നാൽ നിങ്ങൾ എനിക്ക് എന്ത് തരും? യൂദാസ് ക്രിസ്തുവിനെ ഒറ്റിക്കൊടുക്കുന്നതിന് മുമ്പ് പുരോഹിത പ്രമാണിമാരുമായിട്ടുള്ള ഒരു നെഗോസിയേഷൻ, അല്ലെങ്കിൽ സാത്താനിക് ഫോഴ്സസുമായിട്ടുള്ള ഒരു നെഗോസിയേഷൻ, ഞാൻ അവനെ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നാൽ നിങ്ങൾ എനിക്ക് എന്ത് തരും? ഇത് പലപ്പോഴും ഞാൻ ക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്തിട്ടുണ്ട്, പല പ്രാവശ്യം ഒറ്റിക്കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയൊരു ബെനിഫിറ്റ് ആരെങ്കിലുമൊക്കെ വെച്ച് നീട്ടുമ്പോൾ അറ്റ്ലീസ്റ്റ് മിണ്ടാതിരുന്നിട്ടെങ്കിലും ഉണ്ട്. അതായത് ജീസസ് ക്രൈസ്റ്റ് ഈസ് ദി ഓൺലി ലിവിങ് ഗോഡ്. ജീവിക്കുന്ന ഒരേ ഒരു ദൈവം യേശു ക്രിസ്തുവാണെന്നുള്ള വസ്തുത പലപ്പോഴും അന്യമതസ്ഥരൊക്കെ ഇരിക്കുന്ന ചില കൂട്ടായ്മകളിലൊക്കെ ഒരു സെക്യുലറിസത്തിൻ്റെ ഒരു പാതയൊക്കെ അങ്ങനെ പിന്തുടർന്ന് നമ്മൾ മിണ്ടാതിരിക്കും. അപ്പം അത് ക്രിസ്തുവിനെ ഒറ്റിക്കൊടുക്കലല്ലേ?
വചനം മുഴുവൻ ബൈബിൾ പഠിച്ച് മനസ്സിലാക്കിയിട്ട് ക്രിസ്തുവാണ് ഒരേ ഒരു ജീവിക്കുന്ന ദൈവം, ക്രിസ്തുവിലൂടെ അല്ലാതെ ആരും ദൈവത്തിങ്കിലേക്ക് അടുക്കുന്നില്ല, ഞാനാണ് വഴിയും സത്യവും ജീവനും എന്ന് പറഞ്ഞ ക്രിസ്തു, ആ ക്രിസ്തുവിനെ അനുധാവനം ചെയ്യുന്ന ഞാൻ പലപ്പോഴും അന്യമതസ്ഥരുടെ മുൻപിൽ, അന്യമതസ്ഥർ എന്ന് പറയുമ്പോൾ അന്യ ദേവന്മാരെ ഒക്കെ ആരാധിക്കുന്നവർ, അതുപോലെ തന്നെ ക്രിസ്തുവാനികളുടെ ഉള്ളിൽ തന്നെ ധനത്തെ, പ്രശസ്തിയെ കൂടുതൽ, ക്രിസ്തുവിനേക്കാൾ കൂടുതൽ കാക്ഷിക്കുന്നവർ, അവരും അന്യമതസ്ഥരാണ്. അവർ ക്രിസ്തുവിനെ അല്ല അവർ ആരാധിക്കുന്നത്, അവർ ധനത്തിനെയും പ്രശസ്തിയെയും പേരിനെയും ഒക്കെയാണ് ആരാധിക്കുന്നത്. ഇങ്ങനെയുള്ള ചില അതുപോലെ എത്തിസ്റ്റുകളായിട്ടുള്ള സുഹൃത്തുക്കളുടെ അടുത്ത്, ലൗകികരായിട്ടുള്ള സുഹൃത്തുക്കളുടെ അടുത്തൊക്കെ ചെല്ലുമ്പോൾ, ദിസ് ഈസ് മൈ വ്യൂ, ഐ ബിലീവ് ഇൻ ജീസസ് ക്രൈസ്റ്റ്, ക്രിസ്തുവിലൂടെ മാത്രമേ രക്ഷയുള്ളൂ എന്ന് ധൈര്യത്തോടെ പറയാത്ത അവസരങ്ങളിൽ ഞാൻ ക്രിസ്തുവിനെ ഒറ്റിക്കൊടുക്കുക തന്നെയാണ് ചെയ്യുന്നത്. അവനെ പൂർണ്ണമായി അറിഞ്ഞിട്ടും മറ്റുള്ളവരുടെ മുമ്പിൽ അവനെ ഏറ്റുപറയാത്തത് ഒരു തരം ആത്മവഞ്ചനയാണ്, അല്ലെങ്കിൽ ക്രിസ്തുവിനെ വീണ്ടും വീണ്ടും ഒറ്റിക്കൊടുക്കലാണ് അത്. അത് ഒരു വശം. രണ്ടാമത്തെ വശം മത്തായി 12:43 പറയുന്നു, അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ടുപോകുമ്പോൾ അത് ആശ്വാസം തേടി വരണ്ട സ്ഥലങ്ങളിൽ അലഞ്ഞു നടക്കുന്നു, എന്നാൽ അതിന് പറ്റിയൊരു സ്ഥലം അത് കണ്ടെത്തുന്നില്ല. അത് കഴിഞ്ഞ് അത് തിരിച്ച് ഈ പോയ ആളുടെ അടുത്ത് വരുമ്പോൾ അവിടെയൊക്കെ എല്ലാം നീറ്റായിട്ട്, അവൻ്റെ ഹൃദയം വളരെ ചിട്ടയുള്ളതും നല്ല വൃത്തിയുള്ളതും ഒക്കെ ആയി അടുക്കി വച്ചിരിക്കുന്നത്, അച്ചടക്കമുള്ളതായും എല്ലാം ഇവൻ കാണുന്നു. അപ്പോൾ അവൻ പോയി വേറെ 5 പിശാചുക്കളെയും കൂടി കൊണ്ടുവന്ന് ഇവിടെ വാസമുറപ്പിക്കുന്നു. ഇത് ക്രിസ്തു ജ്ഞാനസ്നാനം സ്വീകരിച്ച് 40 ദിവസം ഉപവസിച്ച് കഴിഞ്ഞപ്പോഴാണ് പിശാചിൻ്റെ ഏറ്റവും വലിയ പ്രലോഭനം അവൻ നേരിട്ടത്. അവൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു നിൽക്കുമ്പോഴാണ് അവൻ ഏറ്റവും വലിയ പ്രലോഭനങ്ങൾ അവൻ നേരിട്ടത്. നമ്മുടെയും സ്ഥിതി വ്യത്യസ്തമല്ല. ഓരോ പ്രാവശ്യവും നന്നായി പശ്ചാത്തപിച്ച് കുമ്പസാരിച്ച് പാപങ്ങളെല്ലാം ഇറക്കി വെച്ച് വിശുദ്ധിയിൽ നിൽക്കുന്ന സമയങ്ങളിൽ ഞാൻ ഒത്തിരിയധികം പേടിയോടെയാണ് അവിടെ നിൽക്കുന്നത്. കാരണം എപ്പോഴാണ് പ്രലോഭകൻ വരിക എന്ന് അറിയുകയില്ല. ഏറ്റവും വിശുദ്ധിയിൽ നിൽക്കുന്ന സമയത്താണ് പിശാച് ഏറ്റവും ശക്തിയായി നമ്മളെ കീഴ്പ്പെടുത്താനും ക്രിസ്തുവിനെ ഒറ്റിക്കൊടുക്കുവാനും ഒക്കെ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കണം ക്രൈസ്റ്റ് പറഞ്ഞത്, കലപ്പയിൽ കൈവച്ചിട്ട് തിരിഞ്ഞു നോക്കുന്നവൻ ദൈവരാജ്യത്തിന് അർഹനല്ല. അപ്പോൾ നമ്മൾ ഈ പാത തിരഞ്ഞെടുത്തിട്ട് ഇങ്ങനെ ചഞ്ചല ചിത്തരായി ഒന്നും വെറുത്ത് ഉപേക്ഷിക്കാതെ ഇടയ്ക്കിടെ ക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്തുകൊണ്ട് ആ പാപാവസ്ഥയെ തന്നെ വീണ്ടും സ്വീകരിക്കുന്ന ചഞ്ചല ചിത്തരായ മനുഷ്യരായി ജീവിക്കുന്നതിന് പകരം ധീരതയോടെ ക്രിസ്തുവിൻ്റെ പടയാളികളായി ജീവിക്കുവാനുള്ള ആഹ്വാനമാണ് ക്രിസ്തുവിനെ അനുഗമിക്കൽ.
അപ്പോൾ ക്രിസ്തുവിന് നിരക്കാത്ത എല്ലാത്തിനെയും നമ്മൾ ധൈര്യമായി അതിനോട് നോ പറയുവാനുള്ള ഒരു സിൻസിറിറ്റി, അതുപോലെ ഒരു ധൈര്യം, അതുപോലെ ആത്മാർത്ഥമായ ആഗ്രഹം നമുക്ക് വേണം. നമ്മുടെ ദൈവം പാപങ്ങൾ പൊറുക്കുന്നവനാണെന്ന് പറഞ്ഞിട്ട് അത് ദുരുപയോഗം ചെയ്താൽ എപ്പോഴാണ് നമ്മുടെ കരുണാർദ്ദനായ ദൈവം കോപാകുലനാകുന്നതെന്ന് നമുക്ക് അറിഞ്ഞുകൂടല്ലോ. അപ്പം അതൊരു ഒരു എള്ളതരമായിട്ട് എടുത്ത് കുറേ പാപങ്ങൾ ചെയ്യുക, അപ്പോൾ സംസാരിക്കുക, എന്നിട്ട് പാപങ്ങൾ ചെയ്യാതിരിക്കാൻ യാതൊരു എഫേർട്ടും ഇടാതിരിക്കുക, എന്നിട്ട് വീണ്ടും ചെയ്യുക, വീണ്ടും സംസാരിക്കുക. അച്ഛന്മാരും ഒക്കെ പറയും, ഒരളവ് വരെ ക്രിസ്തുവും ഒക്കെ പറയും. ക്രിസ്തു പറയും, ബലഹീനനായവനെ, നിന്നെ ഞാൻ സൃഷ്ടിച്ചതല്ലേ, എനിക്കറിയാം നീ എവിടം വരെ പോകുമെന്ന്. പക്ഷേ എത്ര പ്രാവശ്യം വീണാലും വീണ്ടും ആത്മാർത്ഥമായി എണീറ്റ് നിൽക്കുന്നതിലാണ്, എണീറ്റ് മുന്നോട്ട് പോകുന്നതിലാണ് അതിൻ്റെ സത്ത കിടക്കുന്നത്. അപ്പോൾ ഇതിന് ഒരു മാർഗമേ ഉള്ളൂ. ക്രിസ്തുവിന് ഒന്നാം സ്ഥാനം കൊടുക്കുക, വേഷം കെട്ടൊക്കെ മാറ്റി വയ്ക്കുക, മറ്റുള്ളവരുടെ മുമ്പിൽ ആളാകാനുള്ള പരിപാടിയൊക്കെ, സൽപ്പേര് കിട്ടാനും ഒക്കെ ഉള്ള പരിപാടികളൊക്കെ മാറ്റി വയ്ക്കുക. ക്രിസ്തുവിനെ ആത്മാർത്ഥമായി നെഞ്ചിലേറ്റുക, സ്നേഹിക്കുക, അവൻ പറയുന്നത് പോലെ പ്രവർത്തിക്കുക. വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ ആത്മാർത്ഥമായി പശ്ചാത്തപിക്കുക. വീണ്ടും അതേ തെറ്റുകൾ ആവർത്തിക്കുകയില്ലെന്ന് ദൃഢമായി പ്രതിജ്ഞ ചെയ്യുക. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നിരന്തരം ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ. ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി ഉറങ്ങാതിരുന്ന് ഉറക്കമൊളിച്ചിരുന്ന് പ്രാർത്ഥിക്കലല്ല. ആലസ്യത്തോടെ അല്ലാതെ ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുത്തുകൊണ്ട്, ബഹുമാനം കൊടുത്തുകൊണ്ട്, മുട്ടിന്മേൽ നിന്ന് പറ്റിയാലൊരു തിരി കത്തിച്ച്, ഗൃഹനാഥൻ മുട്ടിന്മേൽ നിന്ന് ആത്മാർത്ഥമായി ദൈവത്തെ വിളിക്കുന്ന പ്രാർത്ഥന. അപ്രകാരം ചെയ്താൽ ഒരു സാത്താനും നമ്മളെ മലർത്തിയടിക്കാൻ സാധിക്കുകയില്ല. നമ്മൾ ക്രിസ്തുവിൻ്റെ പടയാളികളായി മുന്നോട്ട് തന്നെ പോകും. ക്രിസ്തുവിൻ്റെ ആനന്ദവും സൗഖ്യവും ധൈര്യവും ഹൃദയവിശാലതയും സമാധാനവും എല്ലാം നമ്മൾ ഈ ഭൂമിയിൽ വെച്ച് തന്നെ നമ്മൾ അനുഭവിക്കും. We can feel the power of Christ working in us, and it is a decision to follow him. അപ്പോൾ ബലഹീനനായി ക്രിസ്തുവിനെ ഫോളോ ചെയ്യുന്നതിനേക്കാൾ എനിക്കിഷ്ടം ക്രിസ്തുവിൻ്റെ പടയാളിയായി സ്വയം സങ്കൽപ്പിച്ചുകൊണ്ട് ക്രിസ്തു നൽകുന്ന ആയുധങ്ങൾ ധരിച്ചുകൊണ്ട് തിന്മകൾക്കെതിരെ പോരാടുന്ന ക്രിസ്തുവിൻ്റെ പടയാളി ആവുവാനാണ് എനിക്കിഷ്ടം. അതാണ് കുറച്ചും കൂടി ഈസി. എപ്പോഴും ഐ ആം ഹെൽപ്ലെസ്, ഐ ആം വീക്ക് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സാത്താന് തല വെച്ച് കൊടുക്കുന്നതിന് പകരം I am powerful with Christ. The Christ is living within me. ദൈവം എൻ്റെ ഉള്ളിൽ വസിക്കുന്നു. I am not weak. I am a soldier.
എന്നിട്ട് ക്രിസ്തു നൽകിയിട്ടുള്ള ആയുധങ്ങളായ വചന വായനയും ധ്യാനവും വിശുദ്ധ കുർബാന സ്വീകരണവും അടിക്കടിയുള്ള പശ്ചാത്താപവും കുമ്പസാരവും എല്ലാം ഇതെല്ലാം നമ്മളെ നമ്മുടെ പടക്കോപ്പുകളായി തീരും. നമ്മളെ ഒരു സാത്താനിൽ നിന്ന് ക്രിസ്തുവിൻ്റെ വചനങ്ങളാൽ നമുക്ക് ഒരു കോട്ട കെട്ടി അതിനുള്ളിൽ സുരക്ഷിതരായി ജീവിക്കാൻ സാധിക്കും. നമ്മുടെ ദൈവവിളി ആത്മാർത്ഥതയുള്ളതാകട്ടെ. ഇതിനുള്ള കൃപ സർവേശ്വരൻ നമുക്ക് നൽകട്ടെ. പാപാവസ്ഥകളിലോട്ട് നമ്മൾ പോകുമ്പോൾ ക്രിസ്തു നമ്മളോട് പറയുന്നത് നമ്മൾ കേൾക്കും. വേണ്ട മകനെ, വേണ്ട മകളെ, ആ വിളി കേൾക്കുക, ആ വിളി അവഗണിക്കാതിരിക്കുക. അതുപോലെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് കുമ്പസാരിക്കുമ്പോൾ ന്യായീകരണ തൊഴിലാളികളുടെ പോലെ ആകാതെ, ഞാനിത് ചെയ്തത് ഇന്ന കാരണം കൊണ്ടാണ്, ഞാനത് ചെയ്തത് മറ്റേ കാരണം കൊണ്ടാണ്, ഞാനിത് ചെയ്തത് ഇന്ന ആൾ ഇന്ന പോലെ എന്നോട് പ്രവർത്തിച്ചത്, ആ ഒരു എക്സ്ക്യൂസ് ഒന്നും വചനം വായിച്ച് ജീവിക്കുന്നവന് ഇല്ല. അറിവില്ലാത്തവർക്ക് അതൊക്കെ പറയാം. പക്ഷേ ക്രിസ്തുവിനെക്കുറിച്ച് അറിവുള്ളവർക്കത് പറയാൻ യോഗ്യതയില്ല. അതിവിടെ ഏറ്റവും നല്ല കുമ്പസാരം, ഇതെല്ലാം പാപമാണെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യം ഉണ്ടായിരുന്നു, എന്നിട്ടും ഞാനത് ചെയ്തു, എന്നോട് പൊറുക്കേണമേ, എന്നെ ശക്തിപ്പെടുത്തണമേ, വീണ്ടും അതൊക്കെ ചെയ്യാൻ എനിക്ക് യാതൊരു താല്പര്യവുമില്ല. സ്ട്രെങ്തൻ മീ ജീസസ്. അതായിരിക്കും കുറച്ചുകൂടെ പവർഫുള്ളായിട്ടുള്ള ഒരു പ്രാർത്ഥന. ദൈവം തീർച്ചയായും തലചായ്ച്ച് ഉരുകുന്ന മനസ്സുള്ളവൻ്റെ വിലാപത്തോടെയുള്ള പ്രാർത്ഥന കേൾക്കും. ദൈവം നമ്മളെ ശക്തിപ്പെടുത്തും. ആമേൻ. നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ. ഗോഡ് ബ്ലെസ്.